ഏപ്രിൽ 1 മുതൽ ബാങ്കിംഗ് മേഖലയിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ബാങ്കിംഗ് മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ മാറ്റങ്ങളെങ്കിലും സാധാരണക്കാർക്ക് പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ല. അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യത്തേത് RBIയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ATM ഇടപാട് ഫീസുകളിൽ ബാങ്കുകൾ പരിഷ്കാരം നടത്തിയിട്ടുണ്ട് എന്നതാണ്. അതായത് മറ്റ് ബാങ്കുകളുടെ ATMകളിൽ നിന്ന് സൗജന്യമായി പണം പിൻവലിക്കുന്നതിന്റെ എണ്ണം കുറച്ചു. ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 3 തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷമുള്ള ഓരോ ഇടപാടിനും 20 മുതൽ 23 രൂപ വരെ അധികം ഫീസ് ഈടാക്കും. സേവിങ്സ് അക്കൗണ്ടുകളിൽ നിലനിർത്തേണ്ട മിനിമം ശരാശരി ബാലൻസിലും മാറ്റങ്ങളുണ്ട്. മിനിമം ബാലൻസ് പാലിക്കാത്തവർക്ക് പിഴ ഈടാക്കും. അക്കൗണ്ടിന്റെ തരം ബാങ്ക് ശാഖ സ്ഥിതി ചെയ്യുന്നത് മെട്രോ നഗരത്തിലോ ഗ്രാമത്തിലാണോ എന്നതിനെ ആശ്രയിച്ചൊക്കെ മിനിമം ബാലൻസ് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയാനാണ് RBI നിർദ്ദേശിച്ച പോസിറ്റീവ് പേ സിസ്റ്റം പല ബാങ്കുകളും ഏർപ്പെടുത്തുന്നത്. കൂടാതെ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടുകൾക്ക് ഉപഭോക്താക്കൾ ചെക്കിന്റെ വിശദാംശങ്ങൾ ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ബാങ്കിന് നൽകണം. പേയ്മെന്റിന് മുൻപ് ഈ വിവരങ്ങൾ പരിശോധിക്കപ്പെടും. നൽകുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടെത്തിയാൽ നടപടികൾ സ്വീകരിക്കും. കൂടാതെ AI ചാറ്റ് ബോട്ടുകൾ, മെച്ചപ്പെട്ട മൊബൈൽ സേവനങ്ങൾ, ഡിജിറ്റൽ ഉപദേശങ്ങൾ എന്നിവയൊക്കെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. പല ബാങ്കുകളും സേവിങ്സ് അക്കൗണ്ടുകളുടെയും സ്ഥിര നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകളും പുതുക്കിയിട്ടുമുണ്ട്. HDFC ബാങ്ക് അതിന്റെ പ്രത്യേക FD പദ്ധതി നിർത്തലാക്കി. മാത്രമല്ല, പൊതുജനങ്ങൾക്ക് 10 മുതൽ 21 മാസം വരെ കാലാവധിയിൽ 7.2% പലിശ വാഗ്ദാനം ചെയ്ത പുതിയ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു. യെസ് ബാങ്ക് 7.98% വരെ പലിശ നൽകുന്ന FD നിരക്കുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഴയ പെൻഷൻ പദ്ധതി മാറ്റി NPSന് പകരമായി പ്രവർത്തിക്കാൻ ഏകീകൃത പെൻഷൻ പദ്ധതി 2024 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം മുതലാണ് ഇത് UPS ആയി നടപ്പാക്കി തുടങ്ങിയത്. 25 വർഷത്തെ സേവന കാലാവധിയുള്ള ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള അവസാന 12 മാസത്തെ സേവനത്തിൽ നിന്ന് കണക്കാക്കിയ ശരാശരി അടിസ്ഥാന വരുമാനത്തിന്റെ 50% തുക പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ വന്ന അടുത്തൊരു മാറ്റം UPI അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്യാതിരിക്കുന്നതും, അതായത് ദീർഘകാലമായി ഉപയോഗിക്കാത്തതുമായ മൊബൈൽ നമ്പറുകളും ബാങ്ക് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യും എന്നതാണ്. ഉപയോഗശൂന്യമായ ഈ നമ്പറുകളിലേക്കുള്ള UPI സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഉപഭോക്താക്കൾ ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക. Big bill always big cost. Big purchase always big expense. Forget about old stories. Hyperal Wafad saving. Big bill with affordable cost. Big purchase with handy expenses. Don't miss the chance.